ഇന്ന് നമുക്ക് ക്ലബ് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പലർക്കും ഇഷ്ടമുള്ളൊരു സാൻഡ്വിച്ച് ആയിരിക്കും ക്ലബ് സാൻഡ്വിച്ച്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ഒരു ക്ലബ് സാൻഡ്വിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് എടുക്കുന്ന സമയത്ത് സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കുക. അപ്പോൾ കുറച്ച് നല്ല വലിയ ബ്രെഡ് കിട്ടും. ചെറിയ ബ്രെഡിൽ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, ഫില്ലിംഗ് ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ബ്രെഡ് ഉണ്ടെങ്കിൽ വലിയ ബ്രെഡ് തന്നെ എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് മുഴുവനും കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ബ്രെഡിനെ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്യാം. ടോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ടോസ്റ്റർ ഉണ്ടെങ്കിൽ ടോസ്റ്ററിൽ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രെഡ് ചൂടാക്കിയാൽ മാത്രം മതി. ഇതിൻ്റെ കളറൊന്നും മാറി വരണ്ട. അപ്പം നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഞാനിവിടെ കുക്കുംബർ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കുക്കുംബറിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വെക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് ഈ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണം. ഇനി ഞാനിവിടെ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ തക്കാളിയിൽ വെള്ളം ഒന്ന് ടിഷ്യൂ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുക്കാം. കാരണം നമ്മൾ ഈ തക്കാളി ഒരു സാൻഡ്വിച്ചിലേക്ക് വെക്കുന്ന സമയത്ത് വെള്ളം ഊറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മയോണൈസ് കുറച്ചധികം ചേർക്കാം. ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഈ മയോണൈസ് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡിൻ്റെ ഒരു ഭാഗത്ത് മയോണൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ മുകളിൽ വെക്കേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കന് ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വേവിച്ചാൽ മതി. ഞാനിവിടെ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് വീണ്ടും മയോണൈസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബ്രെഡ് ചിക്കൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വെക്കേണ്ടത് ചീസാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ലൈസ് ചീസ് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചീസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ നമ്മൾ ചീസ് വെക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ലെറ്റൂസ് വെച്ച് കൊടുക്കാം. ഇതിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്കിത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിവിടെ 3 സ്ലൈസ് തക്കാളിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ എരിവിനായിട്ടൊന്നും തന്നെ ഇതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ച കുക്കുംബർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്ലൈസ് ബ്രെഡിൽ കൂടി മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കെച്ചപ്പ് ഈ ഒരു കുക്കുംബറിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ബ്രെഡ് ഇതിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ 4 ഭാഗത്തും ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഒരു തവണ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്.
അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.